നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും കൂടുതൽ TRP നേടിക്കൊടുത്ത താരം ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് ജാസ്മിൻ. ഷോയ്ക്കകത്തും പുറത്തും ഒരുപോലെ ചർച്ചാ വിഷയമായ നിരവധി കണ്ടന്റുകളാണ് ജാസ്മിനെ ചുറ്റിപ്പറ്റിയുണ്ടായത്. ഷോ കഴിഞ്ഞാലും അത് തുടരുമെന്ന് ഉറപ്പാണ്. ഇക്കാര്യം ബിഗ് ബോസ് ഹൗസിൽ കഴിയുന്ന ജാസ്മിനും മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകം. ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കുന്ന ഷോയിൽ മത്സരാർത്ഥികൾക്ക് കണ്ണാടിയിൽ നോക്കി മറ്റു മത്സരാർത്ഥികൾ കേൾക്കാതെ സ്വയം സംസാരിക്കാനുള്ള അവസരം ഈ ആഴ്ച BB ഒരുക്കിയിട്ടുണ്ട്. ഇതുപ്രകാരം ജാസ്മിനാണ് ഇന്നലെ സംസാരിക്കാനുള്ള അവസരം ലഭിച്ചത്. ബിഗ് ബോസിലെ തന്റെ യാത്ര മാത്രമല്ല, പുറത്തു വന്നാൽ നേരിടേണ്ടി വന്നേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ജാസ്മിൻ കണ്ണാടി നോക്കി സംസാരിക്കുന്നുണ്ട്. പുറത്ത് എന്ത് തന്നെ നടന്നാലും അതിനെ അതിജീവിക്കാൻ നീ റെഡിയായിരിക്കണം. ഇവിടെ വരണം എന്നുള്ളത് നിന്റെ തീരുമാനമായിരുന്നു. ഇവിടെ ചെയ്ത കാര്യങ്ങളും നിന്റെ തീരുമാനമായിരുന്നു. മറ്റുള്ളവർ പലതും പറയും. നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവർ അവരുടെ അഭിപ്രായങ്ങളായിരിക്കും പറയുക. നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ജാസ്മിൻ കണ്ണാടി നോക്കി സംസാരിച്ചത്. നിന്നെ മനസ്സിലാക്കുന്നവർ നിന്റെ ഒപ്പമുണ്ടാകും, അല്ലാത്തവർ നിന്നെ ഉപേക്ഷിച്ചു പോകും. ആരുമില്ലെങ്കിലും പടച്ചോൻ നിന്റെ കൂടെ ഉണ്ടാകും. പുറത്ത് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതിനെയെല്ലാം നേരിടണമെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ബിഗ് ബോസിന് പുറത്ത് തനിക്ക് ഹിതകരമല്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ജാസ്മിൻ മനസ്സിലാക്കുന്നു എന്നതാണ് ഈ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ജാസ്മിൻ സത്യസന്ധമായും സ്വന്തം ഹൃദയത്തിൽ നിന്നും സംസാരിച്ചുവെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അല്ലെങ്കിൽ ജാസ്മിൻ ആരാധകർ അവകാശപ്പെടുന്നത്. പുറത്ത് എന്ത് നടന്നേക്കാമെന്ന് മനസ്സിലായിട്ടും തുടക്കം മുതലുള്ള നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ടു പോകുന്ന ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ അവർ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ ചെറുപ്രായത്തിൽ നേടിയ നേട്ടങ്ങളെ കുറിച്ചല്ല അവൾ പറഞ്ഞത്. ഒറ്റയ്ക്ക് സ്വന്തം കുടുംബത്തെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നതിനെ പറ്റിയല്ല അവൾ പറഞ്ഞത്. നടന്നു വന്ന വഴികളിൽ വെല്ലുവിളികളെ പറ്റിയല്ല അവൾ പറഞ്ഞത്. പഠനം ഇടയ്ക്ക് നിർത്തേണ്ടി വന്നതിനെ പറ്റിയല്ല അവൾ പറഞ്ഞത്. അവൾ അവിടെ വന്ന് നേടിയ നേട്ടങ്ങളെ കുറിച്ചല്ല അവൾ സംസാരിച്ചത്. അതൊക്കെ പറഞ്ഞാൽ കയ്യടി കിട്ടും, വോട്ട് കിട്ടും എന്നറിയാത്തവളല്ല അവൾ. അവൾ ഒന്നും പറഞ്ഞില്ല. എന്നാൽ പറയാതെ പലതും പറഞ്ഞു. ജാസ്മിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ കുറിക്കുന്നു: ചിന്നുവായി കളിച്ച് ചിരിച്ച് അവിടെ വന്ന് ഇപ്പോൾ അതെല്ലാം തന്നെ നഷ്ടപ്പെട്ട, എല്ലാവരെയും അതിനകത്ത് കളിയാക്കപ്പെട്ട, ഇമോഷണലായി തകർന്നു നിൽക്കുമ്പോഴും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടിയെ ചിലരെങ്കിലും ആ കണ്ണാടിയിൽ കണ്ടെന്നും ആ പ്രേക്ഷകൻ കൂട്ടിച്ചേർക്കുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.